പ്രോബബിലിറ്റിയിലെ അവസാനത്തെ ഏരിയയാണ് ബേസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബേസ് തിയറം ഇൻവേഴ്സ് പ്രോബബിലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കാം. ഓക്കെ, സപ്പോസ് ആൻ ഇവൻറ്റ് ഹാസ് ഹാപ്പൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ സെവറൽ കോസസ്, then we are interested to find out the probability of particular cause which really affected the event to happen. Probability is called inverse probability. Okay, ഒരു ഇവൻറ്റ് പല റീസൺ കൊണ്ടായിരിക്കാം സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പെട്രോളിൻ്റെ പ്രൈസ് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പല റീസൺസ് ഉണ്ടായിരിക്കും. മേ ബി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അതിൻ്റെ പ്രൈസ് കൂടുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ടാക്സ് കൂടുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി ആയിരിക്കാം. അങ്ങനെ പല കാരണം കൊണ്ടായിരിക്കാം പെട്രോളിന് പ്രൈസ് കൂടുന്നത്. അതിൻ്റെ എക്സാക്ട് റീസൺ കണ്ടുപിടിക്കുന്നതാണ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ഇവൻറ്റ് പല റീസൺ കൊണ്ടായിരിക്കാം സംഭവിക്കുന്നത്, അതിൻ്റെ എക്സാക്ട് കോസ് ഓഫ് റീസൺ കണ്ടുപിടിക്കുന്നതാണ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബേസ് തിയറം ഈസ് ബേസ്ഡ് അപ്പോൺ ഇൻവേഴ്സ് പ്രോബബിലിറ്റി. ഈ ബേസ് തിയറം ഇൻവേഴ്സ് പ്രോബബിലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഇതിൽ എ എന്ന് പറയുന്നൊരു ഇവൻറ്റ് B1, B2, B3, B4, B5 അങ്ങനെ പല കാരണം കൊണ്ട് സംഭവിക്കാം. എ എന്ന് പറയുന്ന ഇവൻറ്റ് ബാക്കിയുള്ള എല്ലാത്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഓക്കെ, അതിൽ ഏത് റീസൺ കൊണ്ടാണ് എക്സാക്റ്റ് അത് സംഭവിക്കുന്ന ഇവൻറ്റ്, അതിനെപ്പറ്റി പഠിക്കുന്നതാണ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി. ഇപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ബേസ് തിയറം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് B1/A എന്ന് പറയുന്നത് B1 എന്ന ഫാക്ടർ കൊണ്ട് എ സംഭവിക്കുന്നത്. ഇവിടെ ലാസ്റ്റ് സൈഡിലുള്ള B2/A എന്ന് പറയുന്നത് B2 എന്ന് പറയുന്നൊരു ഫാക്ടർ കൊണ്ട് എ എന്ന് പറയുന്നൊരു ഇവൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണിത് വരുന്നത്. ഓക്കെ, ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റ് പല റീസൺ കൊണ്ട് സംഭവിക്കാം, അതിലെ എക്സാക്ട് റീസൺ ഏതെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി. ഓക്കെ, ഇനി ബേസ് തിയറത്തിൻ്റെ ഫോർമുല എന്താണെന്ന് നോക്കാം. ബേസ് തിയറത്തിൻ്റെ ഫോർമുല വരുന്നത് ഈ B1, B2 എന്ന് പറയുന്നതൊക്കെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റാണ്. ഒന്ന് സംഭവിക്കുന്നു, രണ്ടും ഡിഫറെൻ്റ് ആണ്, രണ്ടും കൂടി ഒപ്പം സംഭവിക്കില്ല. ഓക്കെ, അപ്പോൾ ഇവൻറ്റ്സിൽ അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണെങ്കിൽ ബേസ് തിയറത്തിൽ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് BK/A ഈസ് ഇക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് BK ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A/BK whole divided by probability of B1 into probability of A/B1 plus probability of B2 into probability of A/B2 plus probability of Bn into probability of A/Bn. ഇതെന്താ അതിൻ്റെ ഫോർമുലയാണ്. എന്താണെന്നുള്ളത് ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. നമുക്കൊരു പ്രോബ്ലം ചെയ്യാൻ ബേസ് തിയറത്തിനെ ബേസ് ചെയ്തിട്ട്, ബേസ് തിയറത്തിലെ ഫസ്റ്റ് പ്രോബ്ലമാണ്. There are 2 urns. One contain 5 white and 4 black balls and other contain 6 white and 5 black balls. ഓക്കെ, 2 ഏൺ ഉണ്ട്. ഫസ്റ്റത്തെ ഏണിൽ 5 വൈറ്റും 4 ബ്ലാക്കാണുള്ളത്. സെക്കൻഡത്തെ ഏൺ ബി, സെക്കൻഡ് ഏൺ, അതിൽ 6 വൈറ്റും 5 ബ്ലാക്ക് ബോളാണുള്ളത്. 1 ഏൺ ഈസ് ചൂസൺ. 2 ഏൺ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഏൺ ചൂസ് ചെയ്തിട്ടുണ്ട്. 1 ഏൺ ഈസ് ചൂസൺ ആൻഡ് 1 ബോൾ ഈസ് ഡ്രോൺ. അതിനുശേഷം ഒരു ബോൾ എടുത്തു, ഒരു ഏൺ എടുത്തു, അതിനുശേഷം ഒരു ബോൾ എടുത്തു. ഇഫ് ഇറ്റ് ഈസ് വൈറ്റ്, അത് വൈറ്റ് ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഏൺ സെലക്റ്റഡ് ഈസ് ദ ഫസ്റ്റ്. ഓക്കെ, ഇപ്പോൾ 2 ഏണെന്ന് ഒരു ഏൺ ചൂസ് ചെയ്തു, അതിൽ വൈറ്റ് ബോളും ചൂസ് ചെയ്തു. അത് ഫസ്റ്റത്തെ ഏൺ ആയിരിക്കാനുള്ള ചാൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവൻ്റ് എന്ന് പറയുന്നത് വൈറ്റ് ബോൾ സെലക്ട് ചെയ്യാനുള്ളതും ഫാക്ടേഴ്സ് എന്ന് പറയും. ഇവൻറ്റ് ബോൾ നമുക്ക് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം? ഫസ്റ്റ് ഏണെന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് ഏണെന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവൻ്റ് എന്ന് പറയുന്നത് വൈറ്റ് ബോൾ സെലക്ട് ചെയ്യാനുള്ളതും, അതേപോലെ തന്നെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ B1, B2 എന്ന് പറയുന്നത് ഏതൊക്കെ ഏണെന്നെടുക്കാം. മേ ബി വൈറ്റ് ബോൾ ഫസ്റ്റ് ഏണെന്നെടുക്കാം, അല്ലെങ്കിൽ വൈറ്റ് ബോൾ സെക്കൻഡ് ഏണെന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ് അത് ബേസ് തിയർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു ഇവൻ്റ് ഉണ്ട്, അത് സംഭവിച്ച പല കാരണങ്ങളുണ്ടായിരിക്കാം. അതിന് വൈറ്റ് ആവുന്നുള്ളതിൻ്റെ റീസണാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ലെറ്റ് എ ബി ദ ഇവൻറ്റ് ഓഫ് ഡ്രോയിങ് വൈറ്റ്. എ എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് വൈറ്റ് ബോൾ ഡ്രോ ചെയ്യുന്ന ഇവൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് B1 ഇസ് ചൂസിങ് ഫസ്റ്റ് ഏൺ. B1 എന്ന് പറയുന്നത് അത് ഫസ്റ്റ് വൈറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഏൺ എന്ന് എടുക്കുന്നത്. ഓക്കെ, ആൻഡ് B2 എന്ന് പറയുന്നത് സെക്കൻഡ് ഏണെന്ന് വൈറ്റ് എടുക്കാനുള്ളത്. ഓക്കെ, ഇനി B1 ഉം B2 എത്ര നോക്കാം. നമുക്കറിയാം 2 ഏണാന്നുള്ളത് അത് ഈക്വൽ പ്രോബിലിറ്റിയാണ് എടുക്കാനുള്ളത്. ഇപ്പോൾ 2 ഏണെന്ന് 1 എടുക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ടോട്ടൽ 2 ഏണാണുള്ളത്, അതിന് 1 ഏൺ എടുക്കാനുള്ള ചാൻസ് 1/2 ആണ്. അപ്പോൾ B1 എന്ന് പറയുന്നത് 1/2 ആണ് ഫസ്റ്റ് ഏൺ ചൂസ് ചെയ്യാനുള്ളത്. അതേപോലെ B2 എന്ന് പറയുന്നതും 1/2 ആണ്. അങ്ങനെ സെക്കൻഡ് ഏൺ എടുക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നതും 1/2 ആണ്. B1 ഉം B2 ഉം 1/2 ആണ് നമുക്ക്
അറിയാം, കാരണം 2 ഏണുള്ളത് ഒന്ന് എടുക്കാനുള്ള ചാൻസ് 1/2 ആണ്. അതേപോലെ സെക്കൻഡ് ഏൺ എടുക്കാനുള്ള ചാൻസ് 1/2 ആണ്. അപ്പോൾ നമുക്ക് അത് എഴുതി വയ്ക്കാം. പിന്നെ A/B1 എന്ന് പറഞ്ഞാൽ വൈറ്റ് ബോൾ ഫ്രം ഏൺ എ, അല്ലെങ്കിൽ ഫസ്റ്റ് ഏൺ എന്ന് വൈറ്റ് ബോൾ. എ എന്ന് പറയുന്നത് വൈറ്റ് ബോൾ, B1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഏണെന്ന്. A/B1 ദാറ്റ് ഈസ് 5/9. ഫസ്റ്റ് ഏണിൽ 5 വൈറ്റുള്ളത്, ടോട്ടൽ 5 + 4 9 ഉണ്ട്. അപ്പോൾ 5/9 ആണ്. ദാറ്റ് ഈസ് A/B1 എന്ന് പറയുന്നത്. ഫസ്റ്റ് വൈറ്റ് ബോൾ ഫ്രം ഫസ്റ്റ് ഏൺ, ദാറ്റ് ഈസ് 5/9. ദെൻ A/B2 വൈറ്റ് ഫ്രം സെക്കൻഡ് ഏൺ, ദാറ്റ് ഈസ് 6/11. സെക്കൻഡ് ഏണിൽ 6 വൈറ്റ് ആണുള്ളത്. ടോട്ടൽ 11 ബോൾ, 6/11. ദാറ്റ് ഈസ് A/B1 ആൻഡ് A/B2 ദാറ്റ് ഈസ് 5/9 ആൻഡ് 6/11. ഇനി B1/A നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ഒരു വൈറ്റ് ബോൾ എടുത്തു, അത് ഫസ്റ്റ് ഏണെന്നാവാനുള്ള ചാൻസ് ആണ്. അതാണ് B1/A. B1/A എന്ന് പറഞ്ഞാൽ വൈറ്റ് ഫസ്റ്റ് ഏണെന്ന് വൈറ്റ് ബോൾ എടുക്കാനുള്ളത്. B1/A ദാറ്റ് ഈസ് B1 ഇൻറ്റു A/B1 ഹോൾ ഡിവൈഡഡ് ബൈ B1 ഇൻറ്റു A/B1 പ്ലസ് B2 ഇൻറ്റു A/B2. ഇവിടെ 2 ഫാക്ടേഴ്സേ ഉള്ളൂ, ഒന്ന് ഏണ് എയും ബിയും. ഇനി അതിനനുസരിച്ച് ഇത് കൂടിക്കൊണ്ടിരിക്കും. B1 B2 B3 എന്നുള്ളത് കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ 2 ആയതുകൊണ്ടാണ് probability of B1 into probability of A/B1 and probability all divided by probability of B1 into probability of A/B1 plus probability of B2 into probability of A/B2. നമുക്ക് ഇതിൽ B1 കണ്ടുപിടിച്ചിട്ടുണ്ട്. A/B1 എത്ര നമുക്കറിയാം. B1 എന്ന് പറയുന്നത് 1/2, A/B1 എന്ന് പറയുന്നത് 5/9, ദെൻ B2 എന്ന് പറയുന്നത് 1/2, ദെൻ A/B2 എന്ന് പറയുന്നത് 6/11. ഇനി ജസ്റ്റ് ഈ ഫോർമുലയിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 1/2 ഇൻറ്റു 5/9 ഡിവൈഡ് ബൈ 1/2 ഇൻറ്റു 5/9 പ്ലസ് 1/2 ഇൻറ്റു 6/11 വിൽ ഗെറ്റ് 1/2 ഇൻറ്റു 5/9 ചെയ്യുന്ന സമയത്ത് 5/18 കിട്ടും. ദെൻ ഡിവൈഡ് ബൈ 5/18 പ്ലസ് 1/2 ഇൻറ്റു 6/11 6/22 എന്നിട്ടും. ദാറ്റ് ഈസ് അത് ചെയ്യുന്ന സമയത്ത് 55/109 കിട്ടും. ഇതാണ് ഫസ്റ്റ് ഏണെന്ന് വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്. 55/109. ഇങ്ങനെയാണ് ബേസ് തിയറത്തിൽ നമ്മൾ അതിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, the probability that a doctor will diagnose a particular disease correctly is 0.6. ഒരു ഡോക്ടർ ഒരു രോഗം കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.6 ആണ്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നതായിരിക്കും അതൊന്ന് 1 - 0.6 0.4. ഓക്കെ, ഒരു ഡോക്ടർ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ഒരു ഡിസീസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 0.6 ആണ്. അപ്പോൾ അത് നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ് എന്ന് പറയുന്നത് 1 - 0.6 0.4. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഒന്ന് കറക്റ്റ്ലി ആയിട്ട് അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 0.4 എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. കറക്റ്റ്ലി തന്നു കഴിഞ്ഞാൽ നോട്ട് കറക്റ്റ്ലി നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ദെൻ സെക്കൻഡ് ലൈനാണ്, ദ പ്രോബബിലിറ്റി ദാറ്റ് എ പേഷ്യൻറ്റ് വിൽ ഡൈ ബൈ ഹിസ് ട്രീറ്റ്മെൻറ്റ് ആഫ്റ്റർ കറക്റ്റ് ഡയഗ്നോസിസ് ഈസ് 0.4. അടുത്ത സെൻറ്റൻസിൽ എന്താ പറയുന്നത്? പ്രോബബിലിറ്റി ദാറ്റ് എ പേഷ്യൻറ്റ് വിൽ ഡൈ ബൈ ഹിസ് ട്രീറ്റ്മെൻറ്റ് ബൈ കറക്റ്റ് ഡയഗ്നോസിസ്. ഒരു ഡിസീസ് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് പേഷ്യൻറ്റ് ഡൈ ചെയ്യാനുള്ള പ്രോബിലിറ്റി 0.4 ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതാണ് ഡിസീസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനുള്ളത് 0.6ഉം നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ് ചെയ്യാനുള്ളത് 0.4 ആണ്. പക്ഷേ സെക്കൻഡ് ലൈനിൽ പറയുന്നത് കറക്റ്റ്ലി ഡയഗ്നോസ് ചെയ്ത് പേഷ്യൻറ്റ് മരിക്കാനുള്ള ചാൻസ് ഡൈ ആവാനുള്ള ചാൻസ് 0.4ഉം ആൻഡ് ദ പ്രോബിലിറ്റി ഡെത്ത് ബൈ റോങ് ഡയഗ്നോസിസ് റോങ് ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് പേഷ്യൻറ്റ് ഡൈ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 0.7 ആണ്. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ്, എ പേഷ്യൻ്റ് ഓഫ് ദ ഡോക്ടർ. ആ ഡോക്ടറുടെ ഒരു പേഷ്യൻ്റ് ഹു ഹാഡ് ഡിസീസ് ഡൈഡ്. ഡോക്ടറുടെ ഒരു പേഷ്യൻറ്റിന് ഒരു ഡിസീസ് ഉണ്ടായിരുന്നു, അയാൾ മരിച്ചു. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഹിസ് ഡിസീസ് വാസ് നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ്? ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ഹിസ് ഡിസീസ് വാസ് നോട്ട് കറക്റ്റ്ലി. അത് പേഷ്യൻ്റ് മരിച്ചു എന്ന് പറഞ്ഞാൽ ആ പേഷ്യൻ്റെ ഡിസീസ് നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ് ചെയ്യാതെ മരിച്ചതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഇവൻറ്റും അതിൻ്റെ ഫാക്ടേഴ്സ് സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ റീസൺസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവൻ്റ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് ഡൈ ചെയ്തു എന്നാണ്. ദാറ്റ് ഈസ് അവർ ഇവൻറ്റ്. എ എന്ന് പറയുന്നത് ഇവൻ്റാണ്. പേഷ്യൻ്റ് മരിച്ചു. പേഷ്യൻ്റ് മരിക്കാനുള്ള ചാൻസ് 2 ചാൻസസ് ഉണ്ട്. ഒന്ന് കറക്റ്റ്ലി ഡയഗ്നോസ് ചെയ്തിട്ട് മരിക്കാം,
അല്ലെങ്കിൽ കറക്റ്റ്ലി ഡയഗ്നോസ് ചെയ്യാതെയും മരിക്കാം. ഓക്കെ, ഇതാണ് രണ്ട് പോസിബിലിറ്റീസ് ഉള്ളത്. അതിലിവിടെ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ്ലി ഡയഗ്നോസ് ചെയ്യാതെ അല്ലെങ്കിൽ കറക്റ്റായിട്ട് രോഗം ഐഡൻറ്റിഫൈ ചെയ്യാതെ ഡൈ ചെയ്യാവുന്ന പോസിബിലിറ്റിയാണ് അല്ലെങ്കിൽ പ്രോബിലിറ്റിയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് പേഷ്യൻ്റ് ഡയഡാണ്, ഇവൻ്റാണ്. B1 എന്ന് പറയുന്നത് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ്. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.6 എന്ന് പറഞ്ഞിട്ട്. B2 എന്ന് പറയുന്നത് നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ്, അത് 1 മൈനസ് 0.6 ചെയ്താൽ 0.4 ആയിരിക്കും വരുന്നത്. അപ്പോൾ നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ് 0.4 ആണ്. ഇനി A/B1 പേഷ്യൻ്റ് ഡൈ ചെയ്തു, എങ്ങനെ? കറക്റ്റ്ലി ഡയഗ്നോസ് ചെയ്തിട്ട്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.4 എന്നുള്ളത് സെക്കൻഡ് ലൈനിൽ. ഇനി A/B2 എന്ന് പറയുന്നത് പേഷ്യൻ്റ് ഡൈ ചെയ്തു നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്, അതും തന്നിട്ടുണ്ട് 0.7 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ B1 തന്നു, B2 നമ്മൾ കണ്ടുപിടിച്ചു, A/B1 ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, A/B2 ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ബേസ് തിയറത്തിൻ്റെ ഫോർമുലയിൽ നമുക്ക് അപ്ലൈ ചെയ്യാതെ ഇവിടെ പ്രോബിലിറ്റി ഓഫ് B2/A ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണ്? നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ് ആണ്. ദാറ്റ് ഈസ് B2 സ്റ്റാൻഡ്സ് ഫോർ നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ്. അതുകൊണ്ടാണ് ഇവിടെ B2/A എടുത്തിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ് എന്നാണ്. അതുകൊണ്ടാണ് B2/, അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ്ലി ഡയഗ്നോസ്ഡ് ആൻഡ് ഡൈ ആണെന്നുണ്ടെങ്കിൽ B1/A വരും. ഇവിടെ B2/A എടുത്തിരിക്കുന്നത് നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ് ആൻഡ് ഡൈഡ് ആയതുകൊണ്ടാണ്. That is probability of B2/A is equal to probability of B2 into probability of A/B2. ഇവിടെ B1 ആണെന്നുണ്ടെങ്കിൽ B1 into probability of A/B1 വരും. ഇവിടെ B2 നേരത്തെ ക്വസ്റ്റ്യനിൽ B1 ആയിരുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് റീസൺ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ സെക്കൻഡ് റീസൺ ആയതുകൊണ്ട്, സെക്കൻഡ് ഫാക്ടർ കൊണ്ട് ഉള്ള ഇവൻ്റ് ആയതുകൊണ്ട് B2/A, അതുകൊണ്ട് B2 into probability of A/B2 divided by B1 into probability of A/B1 plus probability of B2 പ്രോബിലിറ്റി ഓഫ് A/B2. എല്ലാ ഇൻഫർമേഷനും ഇതിൽ തന്നിട്ടുണ്ട്. B2 എന്ന് പറയുന്നത് 0.4 ആണ്, ഇൻറ്റു A/B2 0.7 ആണ്, ഓൾ ഡിവൈഡ് ബൈ 0.6 ആണ് B1 എന്ന് പറയുന്നത്, ആൻഡ് A/B1 ഈസ് 0.4 ഇൻ പ്ലസ് 0.4 ഈസ് B2, 0.7 ഈസ് A/B2. ഇത് ചെയ്യുന്ന സമയത്ത് 0.4 into 0.7 വിൽ ഗെറ്റ് അസ് 0.28, ദെൻ ഡിവൈഡ് ബൈ 0.6 into 0.4 വിൽ ഗെറ്റ് അസ് 0.24, plus 0.4 into 0.7 will get us 0.28. That is 0.28 divided by 0.52, and finally will get us 0.54. ഇവിടെ കറക്റ്റ്ലി നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ് ആൻഡ് ഡൈ, ഒരു ഡോക്ടറുടെ പേഷ്യൻറ്റ് നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ് ആൻഡ് ഡൈ ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.54 ആണ് വരുന്നത്. ഇങ്ങനെയാണ് ബേസ് തിയർ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ബേസ് തിയർ ആണ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അതൊരു ഇവൻ്റ് ഉണ്ടായിരിക്കും, അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്, എന്തുകൊണ്ടാണ് ഇവൻ്റ് സംഭവിച്ചതെന്നുള്ളത്. എന്നിട്ട് ജസ്റ്റ് അതിൽ ഇവൻ്റ് ഏതാണ്, അതേപോലെ തന്നെ അതിൻ്റെ ഫാക്ടേഴ്സ് B1 B2 ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് B1-ലാണ് നമുക്ക് ചെയ്യാനുള്ള, B2-ലാണ് നോക്കാം. അപ്പോൾ ഏതിലാണ് അതിനനുസരിച്ചിട്ട് അത് പ്രോബ്ലത്തിൽ ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇത്രയാണ് ബേസ് തിയറം വരുന്നത്.